Dear students, DBMS ലാബിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ട്രിഗറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ട്രിഗർ is a set of SQL statement stored in the database which are executed or fired when some event associated with the table occurred. Trigger can be defined to be invoked either before or after the data is changed by insert, update or delete. ഇത് ട്രിഗർ എന്ന് പറയുന്നത് ഒരു ടേബിളിൽ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ബിഫോർ ഓർ ആഫ്റ്റർ അതിൽ ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആണ് ട്രിഗർ ഉപയോഗിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയറാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ ഡിലീറ്റ് ചെയ്യുന്നതിനോ മുൻപോ അതിന് ശേഷമോ ഈ ട്രിഗർ ഫയർ ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സ്റ്റോർഡ് പ്രൊസീജിയർ പോലെയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, SQL സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെറ്റ് ഓഫ് SQL സ്റ്റേറ്റ്മെൻറ്റിനെ ആണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം, ട്രിഗർ ടൈം, ട്രിഗർ ഈവൻറ്റ്, ഓൺ ടേബിൾ നെയിം ഫോർ ഈച്ച് റോ, ദെൻ ബിഗിൻ. അതിനുശേഷം നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കും. ദെൻ ട്രിഗർ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ട്രിഗർ നെയിം കൊടുക്കാം. ഓക്കെ, ട്രിഗർ ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓർ ബിഫോർ ആയിരിക്കും. ഓക്കെ, ടൈമാണ്, ആഫ്റ്റർ ആവാം, ബിഫോർ ആവാം. ഓക്കെ, ട്രിഗർ ഈവൻറ്റ് എന്ന് പറയുന്നതാണ് ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്. ഓക്കെ, ഓൺ ടേബിൾ നെയിം, ഏത് ടേബിളിലാണ്, ഇപ്പോൾ എംപ്ലോയി, സ്റ്റുഡൻറ്റ് ഇങ്ങനെയുള്ള ടേബിളുകളിൽ നമ്മൾ ട്രിഗർ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലുള്ള ടേബിൾ നെയിം നമ്മൾ കൊടുക്കണം. ഓൺ ടേബിൾ നെയിം ഫോർ ഈച്ച് റോ, ഒരു റോ വൈസാണ് ട്രിഗർ ഫയർ ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം ബിഗിൻ കൊടുക്കുന്നു, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻഡ്. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ്. ഓക്കെ, അപ്പോൾ ട്രിഗർ ടൈം ആൻഡ് ട്രിഗർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻസേർട്ട്, ആഫ്റ്റർ അപ്ഡേറ്റ്, ആഫ്റ്റർ ഡിലീറ്റ്, ദെൻ ബിഫോർ ഇൻസേർട്ട്, ബിഫോർ അപ്ഡേറ്റ്, ബിഫോർ ഡിലീറ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. ഓക്കെ, അതിനായി നമുക്ക് ക്രിയേറ്റ് ടേബിൾ, ഒരു എംപ്ലോയി എന്നുള്ളൊരു ടേബിൾ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. EMPS എന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ എംപ്ലോയി ID, ഇൻറ്റ്, ഇ നെയിം, വാക്കാർ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ID, ഇത്രയും ഫീൽഡാണുള്ളത്. അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം EMPS എന്ന് കൊടുത്താൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ട്രിഗ് അണ്ടർസ്കോർ ലോഗ് എന്നുള്ള ഒരു ടേബിൾ കൂടി, അതിൽ ലോഗ്സ് വാക്കാർ 200 എന്ന സൈസോടുകൂടി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ദേശം അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത്രയും സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ആഫ്റ്റർ ഇൻസേർട്ടിനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു നോട്ട് പാഡ് എടുത്ത് അതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ മാറ്റേഴ്സ് ആദ്യം ഒരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുക. ഡീലിമിറ്റർ, ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം. ഓക്കെ, ആഫ്റ്റർ ഇൻസേർട്ട്, ഓൺ എംപ്ലോയി ടേബിൾ, EMPS എന്നാണ് നമ്മുടെ എംപ്ലോയി ടേബിൾ, ഫോർ ഈച്ച് റോ, ദെൻ ബിഗിൻ. ഇൻസേർട്ട് ഇൻ ടു ട്രിഗ് ലോഗ്, ട്രിഗ് ലോഗ് എന്നുള്ള നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ ന്യൂ റോ ഇൻ എംപ്ലോയി ടേബിൾ ഹാസ് ബീൻ ഇൻസേർട്ടഡ്, എൻഡ്, ഡീലിമിറ്റർ. ഇത്രയുമാണ് ആഫ്റ്റർ ഇൻസേർട്ടിൻ്റെ ഈ പ്രോഗ്രാമിൽ വരുന്നത്. നമുക്കത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ ടേബിൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആ ട്രിഗർ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം ആഫ്റ്റർ ഇൻസേർട്ട് ഓൺ എംപ്ലോയി ടേബിൾ ഫോർ ഈച്ച് റോ. ഓക്കെ, ബിഗിൻ ഇൻസേർട്ട് ഇൻ ടു ട്രിഗ് ലോഗ് എന്നുള്ള ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ട്രിഗർ റണ്ണായിരിക്കുന്നു. ഇനി നമുക്ക് ആഫ്റ്റർ ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിളിലേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി ടേബിൾ EMPS വാല്യൂസ്, ഒരു പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി സെലക്ട് സ്റ്റാർ ഫ്രം EMPS എന്ന് കൊടുക്കുമ്പോൾ പുതിയ രമേഷ് EMP നെയിമുള്ള ഒരു വാല്യൂ, ഒരു റോ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് സെലക്ട് സ്റ്റാർ ഫ്രം ട്രിഗ് _log എന്ന ടേബിളിൽ എ ന്യൂ റോ ഇൻ എംപ്ലോയി ടേബിൾ ഹാസ് ബീൻ ഇൻസേർട്ടഡ് എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ട് ഇപ്പോൾ 105 എന്ന് വേറൊരു ഫീൽഡ് ആഡ് ചെയ്യാൻ പോവാണ്. കൃഷ്ണൻ ഇലക്ട്രിക്കൽ 10 ഒരു റോ കൂടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയി ടേബിൾ വന്നിട്ടുണ്ട്, കൃഷ്ണൻ എന്നുള്ളത്. ഓക്കെ, അതേപോലെ ട്രിഗ് ലോഗ് എന്നുള്ള ടേബിളിൽ അത് ഇൻസേർട്ടഡ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എംപ്ലോയി ടേബിളിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ടേബിളിലേക്ക് ആഫ്റ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ ഡിലീറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആഫ്റ്റർ ഡിലീറ്റ്, ആഫ്റ്റർ അപ്ഡേറ്റ്. ഓക്കെ, ആഫ്റ്റർ അപ്ഡേറ്റ് കഴിഞ്ഞ് ആഫ്റ്റർ ഡിലീറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇനി ആഫ്റ്റർ അപ്ഡേറ്റിൽ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയ ചേഞ്ചസ് ആണ് വരുത്തുന്നത്. ഡീലിമിറ്റ് ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം ട്രിഗ് എംപ്ലോയി എന്നായിരുന്നു. അതിനെ ഒന്ന് മാറ്റി ട്രിഗ് എംപ്ലോയി _update എന്നും കൂടി ആഡ് ചെയ്തു. ഓക്കെ, വൺസ് ക്രിയേറ്റ് ചെയ്താൽ ട്രിഗർ അടുത്ത നെക്സ്റ്റ് ടൈം പുതിയ പേരാണ് കൊടുക്കേണ്ടത്. ട്രിഗർ നെയിം ചേഞ്ച് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ അപ്ഡേറ്റ് ഓൺ എംപ്ലോയി ടേബിൾ EMPS ഫോർ ഈച്ച് റോ ബിഗിൻ ഇൻസേർട്ട് ഇൻ ടു ട്രിഗ് ലോഗ് എന്നുള്ള ടേബിളിലേക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എ ന്യൂ റോ ഇൻ എംപ്ലോയീസ് ടേബിൾ ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, നേരത്തെ ഇൻസേർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം EMPS എന്ന് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ നേരത്തെയുള്ള ടേബിൾ ഉണ്ട്. ഇതിലൊരു അപ്ഡേഷൻ നമുക്ക് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ടേബിളിൽ എന്ത് ചേഞ്ച് വരുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പേര് മാറ്റിയിട്ട് ദീപക് എന്ന് കൊടുക്കുന്നു. കൃഷ്ണൻ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ദീപക് എന്ന് കൊടുത്തു. വേർ ഈ നെയിം ഈക്വൽ ടു ഉണ്ണി. ഉണ്ണി എന്ന് ഇതിൽ ഓൾറെഡി ഒരു പേരുണ്ട്, അതിന് മാറ്റി ഞാൻ ദീപക് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം EMPS, അതിൽ ഉണ്ണി മാറി ദീപക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടേബിളിൽ ട്രിഗ് ലോഗിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ട്രിഗ് _log എന്ന ടേബിളിൽ ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എ ന്യൂ റോ ഇൻ എംപ്ലോയീസ് ടേബിൾ ഹാസ് ബീൻ അപ്ഡേറ്റഡ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈച്ച് റോയുടെ കേസ് നമുക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫോർ ഈച്ച് റോ എന്നതിൽ വരുന്നുണ്ട്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ
റിപ്പീറ്റഡായി വരുന്ന കമ്പ്യൂട്ടർ. ഓക്കെ, ഈ കമ്പ്യൂട്ടർ എന്നുള്ളതിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈച്ച് റോയിന് 2 റോയിൽ അപ്ഡേഷൻ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അപ്ഡേറ്റ് സെറ്റ് DEPT നെയിം ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്നുള്ളതിനെ മാറ്റി നമുക്ക് CT എന്നാക്കുമ്പോൾ വേർ DEPT നെയിം ഈക്വൽ ടു കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടർ എന്നുള്ളതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ 2 റോയിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് സ്റ്റാർട്ട് ഫ്രം EMPS 2 റോ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്നുള്ള മാറി ഇപ്പോൾ CT എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗ് ടേബിളിൽ എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത് നോക്കാം. ലോഗ് ട്രിഗ് _log എന്നുള്ള ടേബിളിൽ 2 വട്ടം ഇൻസേർട്ട് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ലാസ്റ്റത്തെ 2 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 2 റോ അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ആ ട്രിഗർ വർക്ക് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഞാനിതിനെ ഡിലീറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ വാല്യൂസ് ഡിലീറ്റ് ഫ്രം ട്രിഗ് ലോഗ്. ഇപ്പോൾ 5 റോ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആഫ്റ്റർ ഡിലീറ്റ് എന്നുള്ളതും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആഫ്റ്റർ ഡിലീറ്റ് ഡീലിമിറ്റർ ഡോളർ സിമ്പിൾ കൊടുത്തു. ക്രിയേറ്റ് ട്രിഗർ നെയിം ട്രിഗ് എംപ്ലോയി ഡിലീറ്റ് എന്നുള്ളതാണ്. ആഫ്റ്റർ ഡിലീറ്റ് ഓൺ എംപ്ലോയി ടേബിൾ ഫോർ ഈച്ച് റോ. അതെല്ലാം നേരത്തെ ആഫ്റ്റർ അപ്ഡേറ്റിലും ആഫ്റ്റർ ഇൻസേർട്ടിലും വന്ന സെയിം സംഭവമാണ്. ഞാൻ ട്രിഗർ നെയിം മാറ്റി, അതേപോലെ ആഫ്റ്റർ ഡിലീറ്റ് ആക്കി. ഓക്കെ, ആഫ്റ്റർ അപ്ഡേറ്റ് ആയിരുന്നു, ഇനി ഞാൻ ആഫ്റ്റർ ഡിലീറ്റ് ആക്കി. ഓക്കെ, ഇനി ഇൻസേർട്ട് ഇൻ ടു ട്രിഗ് ലോഗ് വാല്യൂ. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് ചേഞ്ച് ചെയ്തു. എ റോ ഇൻ EMPS ടേബിൾ ഹാസ് ബീൻ ഡിലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരാൻ വേണ്ടിയിട്ടാണ് ട്രിഗ് ലോഗ് എന്നുള്ള ടേബിളിൽ. ഓക്കെ, അപ്പോൾ ഞാനത് റൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് റൺ ചെയ്തു, ആ ട്രിഗർ റൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ക്രിയേറ്റ് ട്രിഗർ നെയിം ഡിലീറ്റ് ട്രിഗർ നെയിം. ഇത് ട്രിഗർ നെയിമാണ്, ട്രിഗ് _EMP _delete. ഓക്കെ, ഇത് ട്രിഗറിൻ്റെ പേരാണ്. ആഫ്റ്റർ ഡിലീറ്റ്, ആഫ്റ്റർ അപ്ഡേറ്റ് മാറ്റി ഞാൻ ആഫ്റ്റർ ഡിലീറ്റ് ആക്കി. ഓൺ എംപ്ലോയി ടേബിൾ ഫോർ ഈച്ച് റോ. ഓക്കെ, ബിഗിൻ ഇൻസേർട്ട് ഇൻ ടു ട്രിഗ് ലോഗ് എന്നുള്ള ടേബിളിലേക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യുക. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ എംപ്ലോയി ടേബിളിൽ എന്താണ് വരുന്നത് നോക്കാം. എംപ്ലോയി ടേബിളിൽ ഉള്ള വാല്യൂവിനെ നമുക്ക് ആദ്യം വ്യൂ ചെയ്യാം. എന്നിട്ട് ഇതിലെ ഒരു വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ഫ്രം EMPS വേർ EID ഈക്വൽ ടു 105 എന്നുള്ള ഒരു റോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം ട്രിഗ് _log എന്നുള്ള ടേബിളിൽ എ റോ ഇൻ എംപ്ലോയി ടേബിൾ ഹാസ് ബീൻ ഡിലീറ്റഡ് എന്നുള്ള സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനിയും ഡിലീറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഈ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ഇൻസേർട്ടഡ് മെസ്സേജ് വരും, ആ ട്രിഗർ വർക്ക് ചെയ്യും. ഓക്കെ, അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മളിപ്പം ഇത് വർക്ക് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് എന്നുള്ളത് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ട്രിഗർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇനി ട്രിഗർ ലോഗിൽ നോക്കുമ്പോൾ ഇതാ ഇൻസേർട്ടഡ്, ആ ട്രിഗർ വർക്ക് ചെയ്യും. ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള ആ ട്രിഗർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്ഡേറ്റ്
CT. ഞാൻ ഇതിന് മാറ്റി പഴയ പോലെ തന്നെ ആക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സിവിൽ ആക്കുകയാണെന്ന് വിചാരിച്ചോ. സിവിൽ. ഓക്കെ, വേർ DEPT നെയിം ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ളത് CT ആണ്, അല്ലെങ്കിൽ എറർ വരും CT. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ 2 ടേബിളിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ trig_log എന്നുള്ള ടേബിളിൽ പോയാൽ അപ്ഡേറ്റഡ്. ഓക്കെ, ആ ട്രിഗർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രിഗർ ഡ്രോപ്പ് ചെയ്യാത്തിടത്തോളം സമയം ഈ ടേബിളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കയറും, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ട്രിഗറിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രിഗറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം. ഓക്കെ, ബൈ.